dears, it's me Sharanya from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. അപ്പോൾ നമ്മുടെ ഓണം എക്സാംസ് ഒക്കെ ഇങ്ങോട്ട് എത്താറായി തുടങ്ങി. അപ്പോൾ നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ നമുക്കറിയാം ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിലെ റേറ്റ് ലോ ആണ് മിസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ റേറ്റ് ലോ എന്താണ് റേറ്റ് ലോ അല്ലെ, റേറ്റ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഓർഡർ കാണാനായിട്ട് പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ മക്കളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് റേറ്റ് ലോ. നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റേറ്റ് ലോ പഠിക്കാം. അപ്പോൾ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻസിനൊക്കെ എന്തുണ്ട്, സ്പീഡ് ഉണ്ട് അല്ലേ, ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ കാറിനും ബൈക്കിനും ഒക്കെ സ്പീഡ് പറയുന്ന പോലെ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിന് എന്തുണ്ട്, സ്പീഡ് ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻസിന് റേറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷന്റെ റേറ്റിനെയും റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് റേറ്റ് ലോ. എന്താണ്, റിയാക്ഷന്റെ റേറ്റിനെയും കെമിക്കൽ റിയാക്ഷൻസിലുള്ള റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് നമ്മുടെ റേറ്റ് ലോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ റേറ്റ് ലോ എഴുതാം മക്കളെ? നമുക്കറിയാം, ഇപ്പൊ സിമ്പിൾ ആയിട്ട് മിസ് ഒരു റിയാക്ഷൻ എടുക്കാം. എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ. ഒരു സിമ്പിൾ റിയാക്ഷൻ. എന്താണ് നമ്മുടെ സിമ്പിൾ റിയാക്ഷൻ? റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്യുന്നു, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്താലും ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഏത്, നമ്മുടെ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാടാ? ദ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് into മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ എന്ന് എഴുതാം അല്ലേ. റേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ എന്ന് എഴുതാം. എയും ബിയും നമ്മുടെ റിയാക്റ്റൻസ് ആണ് അല്ലേ, എയും ബിയും നമ്മുടെ റിയാക്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മിസ് എക്സ് ആൻഡ് വൈ എന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ. ഈ എക്സ് ആൻഡ് വൈ എന്താണ്? എക്സും വൈയും എന്താ, അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കൂടുതൽ തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. എക്സും വൈയും എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മൾ എക്സ്പെരിമെന്റലി ആണ് ആരെ കണ്ടുപിടിക്കുക, എക്സിനെയും വൈനെയും കണ്ടുപിടിക്കുക. സോ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ അത് എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് ആണ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഓർഡർ എന്ന് വിളിക്കുക, ഓർഡർ ഓഫ് ദ റിയാക്ഷൻ അല്ലെ. സോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ അല്ലെ. വിത്ത് റെസ്പെക്ട് ടു എ റിയാക്ഷന്റെ ഓർഡർ ആണ് എക്സ്. അപ്പൊ വൈ എന്താ? യെസ്, വൈ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി അല്ലെ. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ റേറ്റിന് നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാലോ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് വേണ്ട അല്ലെ. സോ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. സോ ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് കൊടുക്കാൻ പോവാണ് കെ എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ. ഓക്കെ, സോ ഇതാ നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ നമുക്കിവിടെ കിട്ടി. അതിനൊന്ന് മിസ് പെട്ടിയിലാക്കി വെക്കാം. നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് കെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ ആണ് അല്ലെ. അപ്പൊ ഇതിൽ കെ ആണ് നമ്മുടെ കോൺസ്റ്റന്റ് അല്ലെ, നമ്മുടെ റേറ്റ് ലോയിലുള്ള കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കേനെ മിസ് എന്ത് വിളിക്കുന്നു, റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. കേനെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. സോ ഇവൻ ഭീകരനാണ്. ഇവനെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലായിട്ട് ഇവൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമൊക്കെ മിസ് പറഞ്ഞുതരാം. സോ നമ്മുടെ റേറ്റിലോ നമുക്ക് കിട്ടിയടാ ഏതാണ്, കെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. ഇനി എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരു റേറ്റ് ലോ തന്നിട്ട് അതിൻ്റെ ഓർഡർ എന്താണ് എന്ന് ചോദിക്കും. എന്ത് ചോദിക്കും? റേറ്റ് ലോ തന്നിട്ട് ഓർഡർ കാണാനായിട്ട് ചോദിക്കും. സോ ഓർഡർ ഓഫ് റിയാക്ഷൻ വളരെ ഈസിയാണ്. നമ്മുടെ റേറ്റിൽ ഇതാ റേറ്റ് ഈസ് ഈക്വൽ ടു കെ എ റൈസ് ടു എക്സ്
ബി റൈസ് ടു വൈ ആണെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും പോവണ്ട. ഓർഡർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പവറിന്റെ സമ്മ് കണ്ടാൽ മതി. എക്സ് പ്ലസ് വൈ ചെയ്താൽ മതി. ഓക്കെ, എക്സ് പ്ലസ് വൈ ചെയ്താൽ കിട്ടുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഓർഡറും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതായി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. The rate expression for a reaction is Ka square b raised to 1/2. Find the order of the reaction എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആ പവർ അല്ലെ, റേറ്റ് ലോയിലുള്ള ആ എയുടെയും ബിയുടെയും പവർ ആണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ ഏതാ വരുന്നത്? 2ഉം 1/2 ആണ്. അപ്പൊ 2 + 1/2 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുക 4 + 1/2 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് 5/2 അല്ലെ. സോ 5/2 ആണ് നമ്മുടെ ഓർഡർ. നമുക്ക് ഇവിടെ ഓർഡർ എന്തായിട്ട് കിട്ടി? ഫ്രാക്ഷൻ ആയിട്ട് കിട്ടി. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഓർഡർ ഫ്രാക്ഷനും വരും അല്ലെ. 1 2 3 പോലുള്ള നമ്പേഴ്സ് മാത്രമല്ല, ഓർഡർ എന്തും വരും, ഫ്രാക്ഷൻസും ഓർഡർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, സോ അടുത്ത ഒരു ചോദ്യം നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്താണെന്ന് മിസ്സിന്റെ മക്കളൊന്ന് കമന്റ് ചെയ്യുക. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഇവിടെ റേറ്റ് ലോ തന്നിട്ടുണ്ട്. The order of the reaction with respect to O2. With respect to O2 എന്താണ് ഈ ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓണം എക്സാം നമുക്ക് അടിപൊളിയാക്കാം. ഓൾ ദി ബെസ്റ്റ്.